സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. കോഴിക്കോട് ഉൾപ്പെടെ 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ടാണ്. വയനാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. വിശദാംശങ്ങളുമായി ലക്ഷ്മിപ്രിയ ചേരുന്നുണ്ട്. ലക്ഷ്മി, വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ജില്ലകളിലെയും താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. അതുപോലെ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഴ മുന്നറിയിപ്പിലെ മാറ്റത്തിലേക്ക് വരികയാണെങ്കിൽ 8 ജില്ലകളിലാണ് റെഡ് അലർട്ട്. അതിജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണമെന്നല്ലേ? അതേ അമ്പിളി, ആദ്യം ഓറഞ്ച് അലേർട്ടാണ് ഈ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കോഴിക്കോട് ഉൾപ്പെടെയുള്ള 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ നഗരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലും ഇടവിട്ടുകൊണ്ടുള്ള നേരിയ മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഉച്ച നേരമായപ്പോൾ ഒരു വെയിൽ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ വൈകുന്നേരമായപ്പോൾ ആ സ്ഥിതി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കോഴിക്കോട് 2 ദിവസങ്ങൾക്ക് മുൻപാണ് കക്കയം ഡാം തുറന്നുവിട്ടത്. ഈ ഒരു 2 ഷട്ടറുകൾ തുറന്നുവിട്ടതിനെ തുടർന്ന് പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകിയതോടെ കണ്ണാടിക്കൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2 ദിവസങ്ങളിലായി ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് ഇവിടെയുള്ള 200 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ 32 ക്യാമ്പുകളിലായിട്ട് 1000-ഓളം പേർ കഴിയുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും താമരശ്ശേരി ചുരത്തിലടക്കം അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ഇടവിട്ടുകൊണ്ടുള്ള നേരിയ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഇനി വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഈ ഒരു കനത്ത മഴയുടെ, അതായത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നാളെ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ 14 ക്യാമ്പുകളിലായിട്ട് 100-ലധികം ആളുകൾ കഴിയുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലാണെന്നുണ്ടെങ്കിൽ മലയോര മേഖലകളിലാണ് ഇടവിട്ടുകൊണ്ടുള്ള നേരിയ മഴ തുടരുന്നത്. നഗരപ്രദേശങ്ങളിലേക്ക് മഴ കുറയുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കണ്ണൂർ ഭാഗത്തായിട്ട് കാഞ്ഞിരപ്പുഴയിൽ ഒരാളെ കാണാതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. അങ്ങനെ ഇടവിട്ടുകൊണ്ടുള്ള നേരിയ മഴയാണ് ഇപ്പോൾ വടക്കൻ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. എന്നാൽ മധ്യ കേരളത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ മഴ ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.